morning devotion. I'm forever yours. Praise God. Hallelujah. ദൈവവചനത്തിൽ നമുക്കൊരു ഉറപ്പ് തരുന്നു. കർത്താവിന്റെ കൃപ നമുക്ക് മതിയായത്. നമ്മുടെ എത്ര വലിയ ബലഹീനതകളിലും ദൈവകൃപ വെളിപ്പെടുമ്പോൾ ആമേൻ, നമ്മൾ ആ ബലഹീനതകളെ മറക്കും. അതാ വചനത്തിൽ പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതകളിൽ എന്റെ ബലം തികഞ്ഞു വരും. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് അത് ചെയ്യാൻ പ്രാപ്തിയുള്ളവരും സാധിക്കുന്നവരുമായ ആളുകളെ നാം ആശ്രയിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് കഴിയാത്തത് നമുക്ക് വേണ്ടി അവർ ചെയ്തു തരും. ഇവിടെ കർത്താവ് പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി. എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുമ്പം കൃപ എന്നിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. കൃപ എൻ്റെ ജീവിതത്തിൽ, ഞാനുമായുള്ള ജീവിതത്തിനകത്ത് കൃപയെ മിക്സ് ചെയ്യുന്നത് വിശ്വാസമാണ്. കൃപയാലല്ലോ, വിശ്വാസം മൂലം ഞാൻ രക്ഷിക്കപ്പെട്ടത്. അപ്പൊ അങ്ങനെ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ബലഹീനതകളിൽ, എൻ്റെ ജീവിതത്തിൽ പല ബലഹീനതകളുണ്ട്. ആ ബലഹീനതകളിലെല്ലാം കർത്താവിന്റെ ബലം തികഞ്ഞു വരും. അപ്പോൾ ചിന്തിച്ചു നോക്കിക്കേ, എൻ്റെ ബലഹീനത എനിക്കൊരു നഷ്ടമല്ല. കാരണം എൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തിക്കും വളരെ അതീതമായ ഒരു ശക്തി എന്നിൽ വെളിപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ബലഹീനതകളിൽ പൗലോസ് പറയും, ഞാൻ എൻ്റെ ബലഹീനതയെ പ്രശംസിക്കുക. കാരണം ആ ബലഹീനതയിൽ ദൈവശക്തി തികഞ്ഞു വരിക. ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ ബലഹീനനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ബലഹീനത എൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല, എന്നെ ലജ്ജിപ്പിക്കാനായിട്ടല്ല, എന്നെ മാനിക്കാനായിട്ട്, എന്നെ ഉയർത്താനായിട്ട്, എന്നെ അനുഗ്രഹിക്കാനായിട്ട്, എൻ്റെ തലയെ ഉയർത്തുവാനായിട്ട്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ ഹല്ലേലൂയ തളർന്നവരോ നിരാശപ്പെട്ടവരോ ഭയന്നവരോ ആണെങ്കിൽ ബലഹീനതകളിൽ നിങ്ങൾ തളർന്നു പോകരുത്. ആ ബലഹീനതകളിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിന് അതീതമായ ഒരു ദൈവശക്തി വെളിപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, ഞാൻ ആകുന്നതോ എൻ്റെ പ്രാപ്തി കൊണ്ടല്ല, കൃപയാലാണ്. God bless you. Amen.